പക്ഷി നിരീക്ഷണത്തിനായും ശാസ്ത്രീയ ഗവേഷണത്തിനായും ജീവിതം സമർപ്പിച്ച ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. വർഷങ്ങളായി പക്ഷികളെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന അലനല്ലൂരിലെ യഹ്യ ഹാറൂണിനെ പരിചയപ്പെടാം. കരിങ്കല്ലത്താണി മാണിക്യപ്പറമ്പ് സർക്കാർ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച കോട്ടപ്പറമ്പിൽ യഹ്യ ഹാറൂണാണ് ഒഴിവു സമയങ്ങൾ പക്ഷിയോടൊപ്പം ചെലവഴിച്ച് വിശ്രമജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷികളെ നിരീക്ഷിക്കാനുള്ള ബൈനോക്കുലറും പക്ഷികളെപ്പറ്റി പഠിക്കാനുള്ള പുസ്തകങ്ങളും കൈവശമുണ്ട്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പുഴ, സൈലന്റ് വാലി, നെല്ലിയാമ്പതി തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്താറുമുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്യവേ 2021 അദ്ദേഹം വിരമിച്ചത്. 2019 പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിനോദത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷി നിരീക്ഷണത്തിലൂടെ ഒരുപാട് പക്ഷികളെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും അതുപോലെ അന്യം നിന്നുപോയ പല പക്ഷികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുമൊക്കെ സാധിക്കുന്നതായി യഹ്യ ഹാറൂൺ പറയുന്നു. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും പലരും മറന്നുപോയി, പക്ഷികളെ സംരക്ഷിക്കുന്നതിലൊക്കെ മറന്നുപോയ അവസ്ഥയാണുള്ളത്. പക്ഷി നിരീക്ഷണത്തിലൂടെ നമുക്ക് ഒരുപാട് പക്ഷികളെ പഠിക്കുന്നതിനും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന പക്ഷികളെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നതിനും നല്ലതാണ്. ഞാൻ ഏകദേശം 5 വർഷമായി പക്ഷി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൈലന്റ് വാലി, കാഞ്ഞിരപ്പുഴ അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിന് പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ പക്ഷി നിരീക്ഷണത്തിൽ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും കൊണ്ട് പുതിയ അറിവ് കണ്ടെത്താൻ പ്രയത്നിക്കാറുണ്ട്. പക്ഷികളെ തിരിച്ചറിയുന്നതിന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിന് ആവശ്യമായ മെർലിൻ ആപ്പിൽ നോക്കിയാണ് പക്ഷി ഏതാണെന്ന് കണ്ടെത്തുന്നത്. നൂതന സംവിധാനം വന്നതോടുകൂടി പക്ഷി നിരീക്ഷണം കൂടുതൽ എളുപ്പമായെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളൊരു പക്ഷിയെ കണ്ടെത്തിയാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസം നേരിട്ടാൽ ബുക്ക് വഴി റെഫർ ചെയ്തോ അതല്ലെങ്കിൽ മെർലിൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴി അവരുടെ സൗണ്ട് ഐഡിയോ അതല്ലെങ്കിൽ പിക്ചറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷി നിരീക്ഷണം വളരെ എളുപ്പമായി തോന്നുന്നുണ്ട്. വിദ്യാലയങ്ങളിലെ പരിസ്ഥിതി ക്ലബിലെ പ്രവർത്തകർ പക്ഷി നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ പുതിയ തലമുറയിലെ കുട്ടികൾക്കും പക്ഷികളെ കൂടുതൽ നിരീക്ഷിക്കാനും അവയെപ്പറ്റി പഠിക്കാനും സംരക്ഷിക്കണമെന്നുള്ള ആവശ്യകതയും കൂടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷികളെ നിരീക്ഷിക്കുകയും പരിചരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ദിനമാണ് പക്ഷി നിരീക്ഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും സമീപത്തെ വിദ്യാലയത്തിലെ അധ്യാപകർ വിളിക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാറുണ്ടെന്നും യഹ്യ ഹാറൂൺ കൂട്ടിച്ചേർത്തു. CCN ചത്തല്ലൂർ.